ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം നല്ല കാറ്റും മഴയും കിട്ടി, നല്ല മഴ കിട്ടി. കുറേ ദിവസത്തിന് ശേഷം നല്ല മഴ കിട്ടും. ഇതവരാൾക്ക് സന്യാന്ന് കുളിച്ചിപ്പോൾ രാവിലെ ആദ്യം മുതൽ ചൂട് തുടങ്ങി, ഒരു കുളി കഴിഞ്ഞോന്. അപ്പോൾ ഇതാ മുറ്റത്തെ അവസ്ഥയാണ് ഇത്. എല്ലാം ആദ്യം ഇതേപോലത്തെ വെയിലും ചൂടൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവരും മുറ്റത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാകും. കാറ്റ്, ഇടി, മിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ക്ലീനാക്കി കാണിച്ചു തരാം. അവിടെ ഒരാൾ സൈക്കിള് കഴുകിക്കൊണ്ടിരിക്കലാണ്. ഇന്നലത്തെ മഴക്കത്ത് സൈക്കിൾ പുറത്തായി പിന്നെ അപ്പോൾ മൊത്തം മണ്ണ ക്ലീനാക്കുന്നുണ്ട്. വേറെപ്പുറത്തെ മുറ്റത്ത് കുഴപ്പമൊന്നുമില്ല, ഒന്ന് ക്ലീനാക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു 4 മുറ്റത്തെ അവസ്ഥ ഇതാണ്. എല്ലാം മൊത്തം മരങ്ങളായി ഇവിടെ ചുറ്റുവട്ടത്ത്. അപ്പോൾ ഇന്നലത്തെ കാറ്റിന് എവിടത്തെയല്ലോ ചപ്പും, ഇവിടുത്തെ മാത്രമല്ല എവിടത്തെയല്ലോ ചപ്പും പാറി ഇവിടെ വന്നിട്ട്. അപ്പോൾ അത് മൊത്തം ക്ലീനിങ് ആണ്. അപ്പോൾ നല്ല അടിപൊളി ചപ്പാണ്. ജാതി എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ക്ലീനാക്കി കാണിച്ചു തരാം. അങ്ങനെ പൊരിഞ്ഞ് അടിച്ചു വാരൽ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ നല്ല മഴ ഇന്നലെ കിട്ടി, മഴയും ഇടിയും. അപ്പോൾ എല്ലാവർക്കും നല്ല തണുപ്പ് ഇന്നലെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ രാവിലത്തെ മുറ്റത്തിൻ്റെ അവസ്ഥ. പുറ വണ്ടി ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് മുന്നേ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വെയിൽ വന്നിട്ട് ചപ്പൊക്കെ ഒന്ന് ഉണങ്ങട്ടെ എന്ന് കരുതി. ഫുൾ നല്ല മഴയായതുകൊണ്ട് ചപ്പൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അപ്പുറത്തിപ്പുറത്ത് മുറ്റമൊക്കെ അടിച്ച് ഇനി അടുക്കളപ്പുറത്ത് മുറ്റായി. അപ്പോൾ ഇതൊന്നും കൂടി ക്ലീനാക്കട്ടെ. അപ്പോഴേക്ക് നമ്മുടെ താറാവ് കുട്ടന്മാരെല്ലാം ഞാനിങ്ങനെ വാച്ച് ചെയ്ത് എൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. അവർ കുഞ്ഞു മക്കൾ മാഷാ അല്ലാഹ്, അവരൊക്കെ നല്ല ഹെൽത്തിയായി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒറ്റയ്ക്ക് നടക്കലൊക്കെ തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അൽഹംദുലില്ലാ നമ്മളെ മുറ്റമൊക്കെ നല്ല അടിച്ച് വാരി ക്ലീൻ ആയിട്ടുണ്ട്. നല്ലൊരവസ്ഥയായിട്ടുണ്ട്. ഇവിടെയൊക്കെ റെഡിയായി നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. 11 മണി, നല്ല വെയിലാണ്. നമ്മുടെ ആമ്പൽക്കുളത്തിൽ 2 ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ട്. വയലറ്റ്, ഭയങ്കര വെയിലാണ്. ആഫ്രിക്കൻ തത്തയൊക്കെ കലവല കൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് 2 പേരിനെ വാങ്ങിയതാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ 5-6 പക്ഷിയായി. നമ്മുടെ മുറ്റൊക്കെ ക്ലീനായി. അതൊക്കെ നമ്മുടെ വന്നിട്ടുണ്ട്. വണ്ടിയും കൊണ്ട് വന്ന് മീനൊക്കെ വിറ്റ് വന്ന് 4 മണിക്ക് പോയതാണ്. ഇവരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇവർക്കെല്ലാം കൊടുക്കാനുള്ളത് കൊടുക്കുക. എന്താ നോക്കിയ ഞാനെല്ലാം വന്നിന്. ഈ താറാവേതാ വന്നത് ഇവറാ. വാങ്ങിക്കോ. ഇത് മീൻ കൊടുക്കണമെന്നാണ് ഇങ്ങോട്ടല്ല മീൻ വയ്ക്കുന്നത്. താഴ്ന്ന മേലെ എന്തെല്ലാം ചോദിക്കുന്നത്. എന്താ അവരെല്ലാം നോക്കി എന്നാൽ തിരിയുന്നില്ല. ആരോടെ ഇപ്പോൾ ചോദിക്കേണ്ടേ തിരിയുന്നില്ല. അവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ അവരുള്ള. എന്തായാലേ ഇന്നെല്ലാം ഇന്നത്തെ മഴക്കത്തിൽ മുറ്റ അവസ്ഥയും എല്ലാം ക്ലീനായി. ഇനിയിപ്പോൾ ഇനി വാരി ചാടാനുണ്ട് ചപ്പ്. ഉള്ളി കിട്ടിന കയ്യുക്കുള്ളൻ കാര്യക്കാരൻ. കരിയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നാ പറയല്. കരിയുന്ന കുട്ടിക്കേ പാലുള്ളൂ. അതിനാണ് പൂച്ച കരിയുന്നത്. കരിയുന്ന കുട്ടിക്കേ പാലുള്ളൂ. ബാ അമ്മ എടുത്തിട്ട് അമ്മനെ കാണില്ലല്ലോ. ഇത് പോയാൽ നോക്കി. കുട്ടികൾക്ക് അതിന് അവർ രാവിലെ എണീച്ചിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അവരെങ്ങനെ ഇത് തുടങ്ങിയതിന്. അത് പൂച്ചനെ പരിഗണിക്കുന്നില്ല. പൂച്ച കൊടുത്താ അതെന്തായാലും പോയി അടിയിലോട്ട് പോയി തിന്നു. അത് അമ്മയും മോനെ, മറ്റേ പൂച്ച വന്നിട്ടില്ല. മനസ്സായിട്ട് കൊടുക്കല്
ചപ്പ ഒരുപാടുണ്ട്, കുട്ടികൾ സഹായിക്കുന്നതായിരുന്നു. അവർ ഞാൻ അടിച്ച വാരി എല്ലാം മൂലക്കട് വെച്ചത്. അപ്പോൾ അവരിങ്ങനെ വാരി സഹായിക്കുന്നതാണ് പറയുന്നത്. ആ റസൽ അത് ചൂടായതുകൊണ്ട് കുപ്പായെല്ലാം കഴിച്ച് ചാടി, കുപ്പായ ഇടാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂട്. ഇന്നലെ നല്ല മഴ പെയ്ത് നല്ല തണുപ്പെല്ലാം കിട്ടീന്, അതിന് മാത്രം ഇന്ന് അതിൻ്റെ ഡബിൾ ചൂടും വെയിലൊക്കെ വന്നിട്ടുണ്ട്.